യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും പ്രാർത്ഥനയോടെ സ്നേഹത്തോടെ ദൈവാനുഗ്രഹത്തിൽ നിന്നുകൊണ്ട് നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സന്തോഷമായും ദൈവാനുഗ്രഹത്തോടെയും ആയിരിക്കാൻ ഭാഗ്യവും ദൈവാനുഗ്രഹവും നമുക്ക് തരട്ടെ. ഇന്ന് തിങ്കളാഴ്ച ദിവസം ദൈവസ്നേഹത്തിൻ്റെ ഒരു കൂടാരത്തിൽ നിന്നുകൊണ്ട് ദൈവവചനം കേൾക്കുന്ന പ്രാർത്ഥിക്കുന്ന സമയമാണിത്. ദൈവവചനത്തിൻ്റെ ആ ഒരു ശക്തിയുടെ കാറ്റിനൊത്താണ് ജീവിതത്തിൻ്റെ ചുവടുകൾ വയ്ക്കുന്നതെങ്കിൽ ഒരു കാൽച്ചുവട് പോലും തെറ്റിപ്പോകില്ല, ഒരു തീരുമാനം പോലും പാളിപ്പോകില്ല. കാരണം ഞാൻ വച്ചതും ഞാൻ തീരുമാനിച്ചതും ദൈവവചനത്തിൻ്റെ ആ ഒരു ശക്തിയുടെ കാറ്റിനനുസരിച്ചാണ്. പ്രാർത്ഥിക്കുന്ന നല്ല ദിവസത്തെ ഓർത്ത് നന്ദി പറയാം. ഇന്ന് ദൈവവചനം വായിക്കുന്നതിന് മുമ്പ് ഒറ്റ കാര്യം കൂടി ഓർമ്മപ്പെടുത്തുവാണ്. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിന്, ശ്രദ്ധിച്ച് കേൾക്കുമോ, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിന് എന്നെ തന്നെ വിട്ടുകൊടുക്കാതെ ഇരുന്നാൽ നിന്നെയോ എന്നെയോ എനിക്കുള്ള അഭിഷേകത്തെയോ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യത്തിന് എന്നാണോ, എപ്പോൾ മുതലാണോ എന്നെ തന്നെ സമർപ്പിച്ച് വിട്ടുകൊടുത്തത്, അപ്പോൾ മുതൽ ആ വ്യക്തിയെ തോൽപ്പിക്കാൻ വളരെ വളരെ എളുപ്പമായി മാറും. നമുക്ക് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിനും നമ്മെ തന്നെ വിട്ടുകൊടുക്കാതിരിക്കാം. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യത്തിന് നമ്മളെ വിട്ടുകൊടുക്കാതെ ഇരുന്നാൽ പ്രാകുന്നവനോ ശപിക്കുന്നവനോ കൂടോത്രക്കാരനോ മന്ത്രവാദിക്കോ അസൂയക്കാരനോ ഏഷണിക്കാരനോ ലോകത്തിൽ പലതരം തന്ത്രവും മന്ത്രവും ഉപയോഗിച്ചാലും ആ വ്യക്തിയെ തോൽപ്പിക്കാൻ കഴിയില്ല. കാരണം ആ വ്യക്തി ദൈവത്തിൻ്റെ കയ്യിലാണ്. ആ കയ്യിൽ നിന്ന് ആ വ്യക്തിയെ തട്ടിയെടുത്തുകൊണ്ട് പോകാൻ ശക്തരായ ആരും ഈ ഭൂമിയിലില്ല. വിശ്വസിച്ച് പറഞ്ഞ്, ഞാനും എൻ്റെ കുടുംബവും ദൈവത്തിൻ്റെ കരത്തിലാണ്. ഞാനും എൻ്റെ കുടുംബവും ദൈവത്തിൻ്റെ കയ്യിലാണ്. ഞങ്ങൾ സേഫാണ്, സെക്യൂറാണ്. ഞങ്ങളത് വിശ്വസിക്കുന്നു. ഇന്ന് കേൾക്കുന്ന ദൈവവചനം ശ്രദ്ധിക്കാം. ഈ വചനം വായിക്കുമ്പം, ഇത് ഞാൻ കേട്ടതാണല്ലോ, വീണ്ടും അതാണോ പറയുന്നത് എന്ന് പറഞ്ഞ് നിർത്തിയേച്ച് പോവല്, മുഴുവൻ കേൾക്കണം. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ. 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. പല വൈദ്യന്മാരുടെ അടുത്തുപോയി വളരെ കഷ്ടപ്പെടുകയും കൈവശമുള്ളതെല്ലാം ചെലവഴിക്കുകയും ചെയ്തിട്ടും സിറ്റുവേഷൻ മെച്ചപ്പെടുകയല്ല, കൂടുതൽ മോശമാവുകയാണ് ചെയ്തത്. സ്ഥിതി മോശമായിക്കൊണ്ടിരിക്കുക. എന്തൊക്കെ ചെയ്തിട്ടും ഗുണം വരുന്നില്ല. എന്തൊക്കെ ചെയ്തിട്ടും സിറ്റുവേഷൻ, ആരോഗ്യത്തിൻ്റെ സ്ഥിതി മാറുന്നില്ല. സ്ഥിതി കൂടുതൽ കൂടുതൽ മോശമായിക്കൊണ്ടിരിക്കുക. മനസ്സ് തളർന്നു പോകാൻ ഇതിൽ കൂടുതൽ വേറെന്താണ് സംഭവിക്കേണ്ടത്? മനസ്സ് തകർന്നു പോവും സ്ഥിതി മോശമാകുമ്പോൾ. അപ്പോൾ ആ വ്യക്തി 27, അവൾ യേശുവിനെ കുറിച്ച് കേട്ടു. ജനക്കൂട്ടത്തിനിടയിലൂടെ അവൾ അവൻ്റെ പിന്നിൽ ചെന്ന് വസ്ത്രത്തിൽ സ്പർശിച്ചു, വസ്ത്രത്തിൽ തൊട്ടു. അവൻ്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മതി, ഞാൻ സൗഖ്യം പ്രാപിക്കുമെന്ന് അവൾ വിചാരിച്ചിരുന്നു. ഒരു സൗഖ്യം നടന്ന
കാര്യമാണ് വായിച്ചത്. ഒരു സൗഖ്യം. വളരെ സങ്കീർണമായൊരു പ്രശ്നത്തിലൂടെ കടന്നുപോയ ഒരാൾ, പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ഒരാൾ, ഒരുപാട് വിഷമവും മനോദുഃഖവും അനുഭവിച്ച ഒരാൾ ഇങ്ങനെ വിചാരിക്കുവാണ്, യേശുവിൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചാൽ മതി, ഞാൻ സൗഖ്യമാകും, എന്നിലൊരു സൗഖ്യം ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏത് കാര്യമായാലും അത് വിശ്വാസത്തോടെ എടുക്കുന്നതനുസരിച്ച ആ വ്യക്തിക്കൊരു അനുഗ്രഹമായും സൗഖ്യമായും വിടുതലായും വരുന്നത്. നിങ്ങൾ ഡെയിലി ബ്ലെസ്സിങ് എന്ന ഈ ശുശ്രൂഷ, ഈ വചനം വിശ്വാസത്തോടെയാണോ സ്വീകരിക്കുന്നത്? അത് നിങ്ങൾക്കൊരു വിടുതലായും സൗഖ്യമായും പുതിയ വഴി തുറന്നു തരുന്ന അനുഭവമായും അത് മാറും. എന്നാൽ വിശ്വാസത്തോടെയൊന്നും അല്ല കേൾക്കുന്നതെന്ന് ഇരിക്കട്ടെ, ചുമ്മാ ഒരു സാധാരണ കാര്യം പോലെയാണ് കേൾക്കുന്നതെങ്കിൽ ഇതിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാനില്ല. ചുമ്മാ കേൾക്കുന്നു, അത് കഴിയുന്നു, സാധാരണ പോലെയാകുന്നു. ഞാനിത് പറയാൻ കാരണം, യേശുവിൻ്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മതി, ഞാൻ സൗഖ്യമാകും എന്നവൾ വിചാരിച്ചോണ്ടാ ഭവനത്തിൽ ഇറങ്ങിയത്. അവൾ അതുപോലെ ഒരു സൗഖ്യം അനുഭവിച്ചു. എന്നാൽ ദൈവവചനത്തിൽ യേശുവിനെ ക്രൂശിൽ തറച്ച് കൊല്ലുന്ന ആ സമയത്ത് യേശുവിൻ്റെ തിരുവസ്ത്രം അവർ വലിച്ച് ഉരിഞ്ഞെടുത്ത്, എന്നിട്ട് പടയാളികൾ, അവിടെ ഉണ്ടായിരുന്നവർ അത് 4 മുറിച്ച് പങ്കിട്ടെടുത്തു. അതും യേശുവിൻ്റെ വസ്ത്രം തന്നെയല്ലേ? ആ പടയാളികൾക്ക് ആർക്കെങ്കിലും സൗഖ്യം കിട്ടിയതായോ, മാറ്റമുണ്ടായതായോ, കുടുംബത്തിലൊരു വലിയ വിടുതൽ നടന്നതായോ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. അവിടെ ഒരാൾ യേശുവിൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചതേ ഉള്ളൂ, തൊട്ടിട്ടേ ഉള്ളൂ, ആരും അറിഞ്ഞിട്ടുമില്ല. പക്ഷെ അത് വലിയൊരു സൗഖ്യത്തിന് കാരണമായി. എന്നാൽ ഇവിടെ യേശുവിൻ്റെ വസ്ത്രം മുറിച്ച് അത് 4 പങ്കിട്ടെടുത്ത് ഓരോരുത്തർ ഓരോ ഭാഗം എടുത്തുകൊണ്ട് പോയി. ഒരു ഗുണവും ആർക്കും ഉണ്ടായില്ല. അപ്പോൾ ആരാണോ വിശ്വാസത്തോടെ തൊടുന്നത്, സ്വീകരിക്കുന്നത്, അവരാണ് സൗഖ്യവും വിടുതലും അനുഗ്രഹവും അനുഭവിക്കുന്നത്. നമുക്കിന്ന് പ്രാർത്ഥിക്കണം. ഇന്ന് തിങ്കളാഴ്ച പ്രാർത്ഥിക്കുമ്പോഴേ വിശ്വാസത്തോടെ വചനം കേൾക്ക്. പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് അതൊരു പരിഹാരമാവും. പ്രാർത്ഥിക്കുന്ന കാര്യത്തിനത് സൗഖ്യമാവും. പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ അത് വിടുതലായി വരും. വിശ്വാസത്തോടെ ഇവിടെ ഈ ഞങ്ങളുടെ ആലയത്തിൽ തൊട്ടു മുമ്പിലുള്ള കൽക്കുരിശിൽ എണ്ണയൊഴിച്ചിങ്ങനെ ആളുകൾ പ്രാർത്ഥിക്കും. ഒരിക്കലും അവിടെ പ്രാർത്ഥിക്കാൻ വന്നത് 2 പേർ താങ്ങിപ്പിടിച്ചുകൊണ്ട് ഒരു സഹോദരിയെ കൊണ്ടുവന്നു. ആയുർവേദ ട്രീറ്റ്മെൻറ്റിലൊക്കെ ആയിരിക്കുന്ന ഒരാളാണ്. ആ വ്യക്തിക്ക് 10 മിനിറ്റ് നിൽക്കാൻ കഴിയില്ല. പറഞ്ഞ റീസൺ ഇതാണ്: ഡിസ്കിന് നീർവീഴ്ചയാണ്, ഡിസ്കിന് കംപ്ലൈൻ്റാണ്. അങ്ങനെ ഒരു പ്രശ്നമായിട്ടാണ് പറഞ്ഞത്. 10 മിനിറ്റ് നിൽക്കാൻ പറ്റില്ല. അപ്പം ഭയങ്കര ഭാരമാണ്. അപ്പോൾ പിടിച്ചുകൊണ്ടൊക്കെ വേണം നടക്കാൻ, വീഴാതെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് കൂടുതൽ സമയവും ജീവിതത്തിൽ കിടപ്പാണ്. അപ്പോൾ അവർക്കൊരാഗ്രഹമായിരുന്നു ഇവിടെ നിന്ന് വരണം, പ്രാർത്ഥിക്കണമെന്ന്. അങ്ങനെ വന്ന് പ്രാർത്ഥിച്ച്, പിന്നീട് വന്നത് ആ കൽക്കുരിശിലൊക്കെ എണ്ണയൊഴിച്ച് പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ പോയി. താങ്ങിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് പോയത്. ഞാനത് കണ്ടിരുന്നു. അവരെ വാഹനത്തിൽ വളരെ പ്രയാസപ്പെട്ട് വളരെ പതുക്കെ കയറ്റിക്കൊണ്ടു പോകുന്നത്. പക്ഷെ പിന്നീട് ഒരു സാക്ഷ്യം അവർ പറഞ്ഞു, 10 മിനിറ്റ് പോലും നിൽക്കാൻ പറ്റാതെയാ ഞാൻ അവിടെ വന്നത്. പക്ഷെ എനിക്ക് എത്ര നേരം വേണേലും ഇപ്പോൾ നിൽക്കാൻ പറ്റുന്നുണ്ട്. വലിയൊരു അനുഗ്രഹമാണ്. വേദനയ്ക്കൊക്കെ ഭയങ്കര മാറ്റമായി. വിശ്വാസത്തോടെയാണോ പ്രാർത്ഥിക്കുന്നത്, സൗഖ്യം സംഭവിക്കും. ഈശോയുടെ നല്ല ആശീർവാദം സ്വീകരിക്കാം. ശ്രദ്ധിക്കുക, ഈ വ്യാഴം വെള്ളി ദിവസങ്ങൾ പ്രാർത്ഥിക്കാൻ ഈ ആലയത്തിൽ വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ബുക്ക് ചെയ്ത് വരിക. വ്യാഴാഴ്ച, വെള്ളിയാഴ്ച ആർക്ക് വേണമെങ്കിലും വന്ന് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒത്തിരി പേർക്കത് അനുഗ്രഹത്തിനും നന്മയ്ക്കും കാരണമാകുന്നുണ്ട്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ.
രക്തസ്രാവക്കാരി സ്ത്രീ വിശ്വാസത്തോടെ തൊട്ടതുപോലെ ഈ വചനം ഞാൻ വിശ്വാസത്തോടെ വിശ്വസിച്ചേറ്റെടുക്കുന്നു. അതെൻ്റെ കുടുംബത്തിനകത്തൊരു സൗഖ്യമായി മാറണം. എൻ്റെ ലൈഫിൽ അതൊരു വിടുതലായി മാറണം. എൻ്റെ ജീവിതത്തിൽ പുതിയൊരു വഴി തുറന്നു കിട്ടണം. ജോലിയുടെ പ്രശ്നമുണ്ട്, സാമ്പത്തികത്തിൽ വലിയൊരു ഭാരമുണ്ട്, കുടുംബത്തിനകത്ത് ഒത്തിരി അസ്വസ്ഥതകളും അകലങ്ങളും ഉണ്ട്. എന്തു ചെയ്യണം എന്നറിയാതെ ആകെ കുഴഞ്ഞു മറിഞ്ഞൊരു സാഹചര്യമാണല്ലോ. പിള്ളേരുടെ കാര്യം എന്തു ചെയ്യുമെന്ന് അറിയത്തില്ല. ഏത് വിഷയം ആകട്ടെ, വെല്ലുവിളിയാണോ, കേസിടപാടുകളാണോ, പ്രതിസന്ധിയാണോ, ചതിയിൽപ്പെട്ടതാണോ, ഒറ്റപ്പെട്ടതാണോ, എന്തു വിഷയമാകട്ടെ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ കരം നിന്നെ എഴുന്നേൽപ്പിക്കും. ദൈവത്തിൻ്റെ കരം വിടുതൽ നൽകും. ദൈവത്തിൻ്റെ കരം സൗഖ്യം നൽകും. ഇന്നത്തെ എല്ലാ പ്രവൃത്തികളും അനുഗ്രഹമായിരിക്കും. ഇന്നത്തെ യാത്ര അനുഗ്രഹമായിരിക്കും. ഇന്നത്തെ തീരുമാനം അനുഗ്രഹമായിരിക്കും. ഇന്നത്തെ ചിന്തകൾ അനുഗ്രഹമായിരിക്കും. ഇന്നത്തെ ബന്ധങ്ങൾ അനുഗ്രഹമായിരിക്കും. ഇന്ന് കഴിക്കുന്ന ഭക്ഷണം ഒരു അനുഗ്രഹമായിരിക്കും. ഇന്നത്തെ യാത്രകളെല്ലാം അനുഗ്രഹമായിരിക്കും. ഇന്ന് വീട്ടിൽ വരുന്നവരൊരു അനുഗ്രഹമായിരിക്കും. ഇന്ന് ആർക്കൊക്കെ കൈ കൊടുക്കുന്നോ, ആരോടൊക്കെ മിണ്ടുന്നോ, അവർക്കൊരു അനുഗ്രഹമായിരിക്കും. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥനയോടെ മനസ്സുകൊണ്ട് ദൈവവചനത്തിൽ നിന്നുകൊണ്ട് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം പ്രാർത്ഥനയോടെ ദൈവാനുഗ്രഹത്തിൽ ആശംസിക്കുന്നു. സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കണം. ഇത് പ്രയോജനപ്പെടും. നാളെ 5:30 കാണുന്നതുവരെ സ്വർഗത്തിലെ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.